ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ വൈകുന്നേരം ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് സപ്ലൈക്കോയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോപ്പ് പൊടി എടുക്കുകയാണ് ഏട്ടനെ. ഞാൻ അത്യാവശ്യം മുളക്, ഉപ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ മാറി നിന്ന്. അപ്പോൾ ഏട്ടന് സോപ്പ് പൊടിയും സാധനങ്ങളൊക്കെ പറക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് സാധനം മേടിച്ചിട്ട് താഴെ ഒരു ചെറിയ മഹാമേള പോലെ ഒരു കടയുണ്ട്, നേരത്തെ ഇട്ടുള്ളതാണ്. പിന്നെ അവിടെ ഒന്ന് കയറി എന്തെങ്കിലും ഒരു ഡെപ്പ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. അങ്ങനെ അതിൽ കയറിയിട്ട് ഒരു ചെടിച്ചട്ടി വേണമായിരുന്നു, പക്ഷെ വാങ്ങിച്ചില്ല. ചെടിച്ചട്ടിയൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടം തോന്നിയില്ല, അതുകൊണ്ട് വാങ്ങിച്ചില്ല. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പം മോനൊക്കെ ഭയങ്കര മീൻവെട്ടാണ്, ആറ്റുമീനാണ്. അപ്പോൾ കൊച്ചുമരുമോടെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അത് വെട്ടി വൃത്തിയാക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ ജോലി കഴിഞ്ഞപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളാണ് പഞ്ചസാര, പാം ഓയിൽ, പിന്നെ കുളിക്കുന്ന 2 സോപ്പ്, കാപ്പിപ്പൊടി, ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി, അലക്ക് സോപ്പ്. അപ്പോൾ ഇത്രയും സാധനം കുഞ്ഞുങ്ങൾ വൈകിട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഞങ്ങൾ സപ്ലൈക്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിരിയമുളക്, വെളിച്ചെണ്ണ, പിന്നെ കുളിക്കുന്ന സോപ്പ്, അത് 2 സെറ്റായിട്ട് വാങ്ങിച്ചു കേട്ടോ. ഡവിൻ്റെ ഒരെണ്ണം വാങ്ങിച്ചു, അല്ലാതെ ഒരു സെറ്റ് വാങ്ങിച്ചു. പിന്നെ കടുക്, ഉപ്പ്, കല്ലുപ്പും വാങ്ങിക്കും, പൊടിയുപ്പും വാങ്ങിക്കുവേ. പിന്നെ അലക്ക് സോപ്പും വാങ്ങിച്ചു, പിന്നെ സോപ്പ് പൊടി, പിന്നെ സോപ്പിൻ്റെ ലിക്വിഡ്, പിന്നെ പഞ്ചസാര 3 കവർ വാങ്ങിച്ചു. പഞ്ചസാരയൊക്കെ ഇവിടെ ഒത്തിരി വേണം. പിന്നെ തേയില, അങ്ങനെ അത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു. പിന്നെ നമ്മളവിടെ മേളയിൽ കയറിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ബഡ്സ് വാങ്ങിച്ചു. പിന്നെ ഒരു ബൾബ് ഏട്ടൻ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഡപ്പ, പിന്നെ ചെറിയൊരു ഡപ്പ, ഇത്രയും സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ കാർഡിൻ്റെ അരി വാങ്ങിച്ചു. അതിപ്പോൾ 4 കിലോയേ ഉള്ളൂ കേട്ടോ. നേരത്തെ 5 കിലോ ഉണ്ടായിരുന്നു, ഇപ്പോൾ 4 കിലോയേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഓമല്ലൂർ ബേക്കറി കയറി. ഇപ്പോൾ അവിടുന്ന് 10-ൻ്റെ 2 ചെറിയ പൗഡർ വാങ്ങിച്ചു. പിന്നെ രാവിലത്തെ ചായ കുടിക്കാനായിട്ട് 2 ബിസ്ക്കറ്റ്, പിന്നെ കുഞ്ഞൊരു ബോട്ടിൽ നെയ്യ് വാങ്ങിച്ചു. പിന്നെ 1 കവർ പാലും, അത്രയും സാധനങ്ങൾ നമ്മൾ ബേക്കറിയിൽ നിന്ന് വന്ന വഴിക്ക് വാങ്ങിച്ചു. പിന്നെ ഡാസിലറിൻ്റെ ഒരു പെൻസിൽ വാങ്ങിച്ചായിരുന്നു ഞാൻ കേട്ടോ, കണ്ണെഴുതുന്നത് പറയാൻ മറന്നുപോയി. അരപ്പൊക്കെ തയ്യാറാക്കി. അപ്പോൾ ഇനി കുറച്ച് ചിക്കൻ വറുത്ത് കോരിയിട്ട് വേണം നമുക്ക് ചിക്കൻ കറി അരപ്പിലേക്ക് ഇടാൻ. ഞാനായിട്ട് ചിക്കൻ വറക്കുകയാണ്. പിന്നെ ആറ്റുമീൻ ഇടുന്നത് കുഞ്ഞുങ്ങൾ വറക്കുവാണ്, കറി വെച്ചില്ല. അപ്പോൾ മോന് ചക്കമ്മയുടെ അച്ഛനാണ് ഇത് വറുത്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചയാൾ അരപ്പെല്ലാം പുരട്ടി എല്ലാം ശരിയാക്കി വെച്ചു. 2 പേരും കൂടി വെട്ടി കഴുകി എല്ലാം ശരിയാക്കി വെച്ചു. ഇനി ഇയാൾ വറക്കുവാണ്. പെങ്ങളിങ്ങനെ അവൻ്റെ അടുത്ത് പോയി ഗുസ്തി പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ, എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. നമ്മൾ അത് കാര്യം പറയുന്നതെല്ലാം നമുക്ക് സൗണ്ട് ഇടാമായിരുന്നു, പക്ഷേ ഒരാൾ ഫോണിൽ സിനിമ കാണുന്നതിൻ്റെ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ആ ഒരു ഇത് പേടിച്ചിട്ടാണ് പിന്നെ അന്നേരത്തെ സൗണ്ടെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ നിന്ന്. രണ്ടിൻ്റെയും ബഹളം കണ്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൾ കഴിക്കാനെ കൊണ്ട് 10 മണി കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അവൾ കഴിക്കാനെ കൊണ്ട് ചോറ് എടുക്കുകയാണ്. നമുക്ക് പയർ മെഴുക്ക് പുരട്ടിയും അവിയലും ചിക്കൻ കറിയും മീൻ വറുത്തതുമാണ് ഇന്ന്. അപ്പോൾ അവൾ കഴിക്കാനെ കൊണ്ട് അവളെടുത്തു. അപ്പോൾ കൊച്ചവൻ അവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന അവനും വന്നു, അവനും കഴിക്കാനെ കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മീൻ വറുത്തത് അവളോട് കഴിക്കടി എന്നും പറഞ്ഞുകൊണ്ടുള്ള ഗുസ്തിയായിരുന്നു അപ്പുറത്ത് നടന്നത് മൊത്തം അടുപ്പിൻ്റെ അവിടെ. അപ്പോൾ അവൾ കഴിക്കത്തില്ല. അപ്പോൾ ഇപ്പം എന്നോട് വേറെന്തോ ഒരു കറി വെച്ച് തരാമെന്ന് പറഞ്ഞ് അവൾ അവധിയുള്ള ദിവസം. അപ്പോൾ എനിക്ക് ആ കറിയുടെ പേരാദ്യം പറഞ്ഞു, കറിയല്ല ബ്രെഡൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് എന്നോട് അത് അങ്ങനെയാന്നൊക്കെ പറഞ്ഞെടുക്കുന്നൊന്നും നമുക്ക് ഇടാൻ പറ്റുന്നില്ലായിരുന്നു. അവൻ്റെ സിനിമയുടെ സൗണ്ട് അതുപോലെ ഭയങ്കരമായിരുന്നു.
അപ്പം മീൻ വറുത്തത് ഞാനും മോളും കഴിക്കാത്തത് കൊണ്ട് കഴിക്കടി നല്ലതാടി നല്ലതാടി എന്നും പറഞ്ഞിട്ട് അയാൾ പറഞ്ഞുകൊണ്ട് നടക്കുക. പക്ഷേ എന്തോ നമുക്കിഷ്ടമില്ല. തോട്ടിൽ നിന്നൊക്കെ പിടിക്കുന്ന ചെറിയ മീനൊക്കെ അവൾ കഴിക്കുമെന്ന് തോന്നുന്നു. ഞാനതും അങ്ങനെ കഴിക്കത്തില്ല. എന്തോ മടി. അപ്പം നല്ലതാടി കഴിക്കടി കഴിക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരി എടുത്ത് അവൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവൾ അത് ഇച്ചിരി ഒന്ന് കടിച്ചിട്ട് അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. ഈ മൂന്നെണ്ണോടെ കൂടിയ വഴക്ക്. ഇവർ 3 പേരും അല്ല, മൂത്തവനും ഇവളുമാണ് കൂടുതലും വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം ഈ വഴക്ക് നടക്കുന്ന ഒരു കോഴിക്ക് ഒരു കരളേ ഉള്ളൂ. ആ കരളിനുള്ള അടിയാണ് ഇവർ 2 പേരും. പിന്നെ ചക്കയുടെ അച്ഛന് പിന്നെ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നത് വേണമെന്നൊന്നും പറഞ്ഞ് വഴക്കൊന്നുമില്ല. അയാൾക്ക് എന്താണോ ഉള്ളത് കിട്ടുന്നത് അത് കഴിച്ചിട്ട് അയാളിരിക്കും. ഇവർ 2 പേരുമാണ് എല്ലിനടി നടത്തുന്നത്, കരളിനടി നടത്തുന്നത്. ഏട്ടനാണ് ഇന്ന് എനിക്കും കൂടെ ചോറെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. ഏട്ടന് ചോറ് എനിക്ക് സ്റ്റീൽ പാത്രത്തിൽ മതിയായിരുന്നല്ലോ. ഇന്ന് ഇച്ചിരി കുത്തിരി ഇട്ട്. എന്നും വെള്ളേരിയല്ലേ, അപ്പം ഞാൻ ഇന്ന് ഇച്ചിരി കുത്തിരി ആവാന്ന് വെച്ചു. എനിക്കൊരിച്ചിരിയും ചോറ് മതി. ഇപ്പം സമയം എന്തുവായി? 10:45 കഴിഞ്ഞു. മതി. ഇത് നേരത്തെ അത്താഴമൊക്കെ വെന്ത് വെച്ചതായിരുന്നു കൂട്ടുകാർ. അപ്പോഴാ അടപ്പ അവിടെ ഇവിടെ ഉണ്ട്. അപ്പോഴാണ് കുഞ്ഞുങ്ങൾ ചിക്കൻ മേടിച്ചിട്ട് വന്നത്. അപ്പം ഞങ്ങൾ മോളെ വിളിക്കാനും സപ്ലൈകോയിലും എല്ലാം പോയതായിരുന്നല്ലോ. അന്നേരം വന്നു കഴിഞ്ഞപ്പോൾ അവന്മാർ കൊച്ചിൻ്റെ വീട്ടിൽ നിന്ന്, ചക്കിയുടെ അമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ആറ്റുമീൻ കൊടുത്ത് വിട്ടായിരുന്നു തുമ്പോണമെന്ന്. അപ്പം അത് പിന്നെ അവന്മാർ വെട്ടിക്കഴുകി എല്ലാം വൃത്തിയാക്കി പിന്നെ കൊണ്ടുവന്ന് കുറച്ച് വറുത്തു. അന്നേരം പിന്നെ അവന്മാർ വന്നപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വേണ്ട അത്. പിന്നെ ചിക്കനും കറി വെച്ചു. അതാണ് നമുക്ക് ഇത്രയും താമസം വന്നിരുന്നു. മീൻ വറുത്തതാണ്, ആറ്റുമീൻ വറുത്തതാണ് ഇത്. ഞാൻ കഴിക്കത്തില്ല, മോള് കഴിക്കത്തില്ല, ഏട്ടനും അമ്മമാരും കഴിച്ചോളൂ. എനിക്ക് ചിക്കൻ്റെ ഒരു എല്ല് മാത്രം മതി ചേട്ടാ, വേറെ ഒന്നും വേണ്ട. ഇന്നെന്തോ ഇതെല്ലാം അടപ്പയിലെല്ലാം ആക്കി കൂട്ടായിരുന്നു. ഞാൻ പിന്നെ ഇവിടോട്ട് അങ്ങ് ഇരുന്നു മടി. അങ്ങനെ ഏട്ടനെ എനിക്കും ചോറെടുത്തുനിന്ന് ഞാനും കഴിക്കാനിരുന്നു. അപ്പോൾ മോന് അവന് കഴിക്കാനെ കൊണ്ടെടുക്കുക. മറ്റേ 2 പേരും അപ്പുറത്തിരുന്ന് കഴിക്കുന്നു. അവന് പിന്നെ അപ്പം ഞാനിങ്ങനെ ചിക്കൻ്റെ ചാറ് വീണ ചോറ്, എനിക്കതങ്ങനെ ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ മോന് കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുവാണേ, അവിയലിന് ഇച്ചിരി മുളക് പൊടി കൂടിപ്പോയി, എന്നാൽ എനിക്കിതെന്തോ അമ്മ സാമ്പാറാണോ. അവന് പിന്നെ അങ്ങനെ ആഹാരത്തിനോടൊന്നും അങ്ങനെ ഒരു വഴക്കൊന്നുമില്ല. എന്താണോ കിട്ടുന്നത് കഴിച്ചോളും. 2-3 കൂട്ടം കറിയൊക്കെ ഉണ്ടെങ്കിൽ എന്നെ പറയുകയും വേണ്ട, നല്ലതായിട്ട് അവൻ ആഹാരവും കഴിച്ചോളും. പക്ഷെ ഇപ്പം എൻ്റെ കുഞ്ഞിച്ചിരി ഒന്ന് ക്ഷീണിച്ചു. മറ്റൊരു ഇച്ചിരി ഇതുള്ളത് അവനേ ഉള്ളായിരുന്നു, ബാക്കി 3 കണക്കായിരുന്നു. എത്ര തിന്നാലും തിന്നിടാൻ അറിയത്തില്ല. ഇവൻ്റെ പുറത്ത് എന്തുവാണെന്നറിയാമോ കൂട്ടരെ, പുതിയ പൗഡർ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ട് കൊണ്ടുവന്ന് അവൻ്റെ ദേഹത്ത് തൂത്ത് കൊടുത്തതാണ്. അങ്ങനെ അവൻ്റെ പുറത്ത് ആ പൗഡർ ഇരിക്കുന്നത്. ചിക്കൻ കറി ഞങ്ങൾ വാങ്ങിയില്ല, കാരണം അത് ഇച്ചിരിയും കൂടെ ഒന്ന് വെള്ളം വറ്റണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, കുറുക്കി എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് അടുപ്പയിലിരിക്കുക. ഇതേ 2 എണ്ണം വന്നിരുന്ന് കഴിക്കുന്നു. അപ്പുറത്ത് എത്ര സ്ഥലം ഉണ്ടെങ്കിലും ഇപ്പുറത്താണ് എല്ലാവരും കൂടെ വന്ന് ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇവിടെ ഇരുന്നാണ് കഴിക്കുന്നതൊക്കെ. ഇവന്മാർ അവർ 2 പേരുമാണ് വഴക്കും മേളവും അടിയൊക്കെ ചിക്കനും എല്ലിനും വേണ്ടി. ഇയാൾക്ക് പിന്നെ വഴക്കൊന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല. എന്താണോ ഉള്ളത് അത് വാങ്ങിച്ച് കഴിച്ച് ഇട്ടിരുന്നോളൂ. കൂട്ടുകാരുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ കൂട്ടുകാർ കമൻറ്റ് ഇടണം കേട്ടോ. ഇത്രയും പ്രായമായ പിള്ളേരായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാം. വലിയവൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല, ഇതിനേക്കായില്ല വഴക്ക്. അവനും അവളും കൂടെ വഴക്ക് കൂടുതലും. 2 എണ്ണവും കൂടെ അവൻ ചെറുത് കൊടുക്കും, എന്നിട്ട് അവിടെ കയ്യിൽ നിന്ന് അവൻ വലുതും വാങ്ങിക്കും. അപ്പോൾ മീൻ വറുത്തൊക്കെ എടുക്കുവാണ് മോനെ. ഇങ്ങനെ അങ്ങ് വീട്ടിൽ പോയി കഴിയുമ്പോഴൊക്കെ ഇതുപോലെ കറിയൊക്കെ വെക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, കുഞ്ഞിവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. അവന് കറിയൊക്കെ ഉണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പയറുമെഴുക്കൂട്ടി കുറച്ചെടുത്തിന് ഞാൻ വഴക്കുറയുടെ ഏറെ എടുക്കട വെച്ചിരുന്ന ഇനി കളയത്തതേ ഉള്ളൂ, അന്നേരം കഴിക്കുന്ന ആ ഒരു ഇതേ ഉള്ളല്ലോ. പിന്നെ ഇനി നാളെ ഇന്ന് ഞായറാഴ്ചയാണ്, പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ അതെല്ലാം വെന്ത് നമ്മൾ രാവിലെ എല്ലാം ഇറങ്ങി പോകുമ്പോൾ ഒന്നും കഴിക്കത്തില്ലല്ലോ. അങ്ങനെ അവനും അത്താഴം വിളമ്പി കഴിക്കുവാണ്, ഞങ്ങളും കഴിക്കുവാണ്. അപ്പോൾ ഒരാൾ അപ്പുറത്ത് കഴിക്കുക കഴിഞ്ഞിട്ട് പിന്നെ കറി എടുക്കാൻ വന്നതാണ്. അവനാണ് എല്ലിനും കരളിനും ആ കൊച്ചിനോട് കുസ്തി. അവളിട്ട് കൊടുക്കത്തുമില്ല. ആ വഴക്കും ബഹളവും എല്ലാം ഞാൻ ഫോണിനകത്തിലുണ്ടായിരുന്നു കൂട്ടുകാരെ. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് സൗണ്ട് ഇടാൻ പറ്റത്തില്ല. ഇവന്മാർ ഫോണിനകത്ത് ഇങ്ങനെ സിനിമ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഭയങ്കര സൗണ്ടാണ്, അതാ പിന്നെ അങ്ങ് മടിച്ചത്.
ഇയാൾ അപ്പുറത്തോട്ട് കഴിക്കാൻ പോയിട്ട് പോയി ഞാൻ അവിടെ ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ടേക്ക് പോരുന്നു, ഇപ്പുറത്ത് വന്നിരിക്കാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർ കമൻ്റ് ഇടണം. ബൈ കൂട്ടുകാരേ.